തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണമല്ലോ. ഇന്ന് രാവിലെ 11 മണി വരെ ഏതെങ്കിലും UDFകാരനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ എന്ന് കഠിനമായി പരിശ്രമിച്ച് പരാജയപ്പെട്ടിട്ടാണെങ്കിലും അവരൊരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണം നിലമ്പൂരിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത്. ആ വിചാരണ, രാഷ്ട്രീയമായ വിചാരണ, ഈ 9 കൊല്ലക്കാലമായി നടക്കുന്ന ദുർഭരണത്തിൻ്റെ ഇരകളായി മാറിയ മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന വിചാരണ, ആ രാഷ്ട്രീയ വിചാരണ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നടക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. കാരണം ഇത് 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു ഇലക്ഷനാണ്. ഇവിടെ ഈ സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾ മുഴുവൻ നിലമ്പൂരിലെ ജനങ്ങളോട് മാത്രമല്ല, ഇതൊരു അവസരമാണ്. നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് കൂടി ഒരിക്കൽ കൂടി ഇത് പറയാൻ കിട്ടിയ ഒരു വലിയ അവസരമാണ്. എന്തായാലും തൃക്കാക്കരയിലും പാലക്കാടും ചെയ്ത് പരീക്ഷണം വഴിയിൽ ഉപേക്ഷിച്ച് മത്സരിക്കാൻ തയ്യാറായതിൽ ഞങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കും. ഞങ്ങൾ സജ്ജരാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തി. ഞാൻ പറഞ്ഞല്ലോ, 10,000 വോട്ടാണ് അവിടെ ആകെ ചേർത്തിരിക്കുന്നത്. അതിൽ 8,000-ലധികം വോട്ട് ചേർത്തേക്കണം ഞങ്ങളാണ്. ഞങ്ങളെ 263 ബൂത്ത് കമ്മിറ്റികൾ സുസജ്ജമാണ്. പിന്നെ പാർട്ടി സ്ഥാനാർത്ഥി അവിടെ വന്നാൽ അവിടെ ഞങ്ങൾ ഭയപ്പെടണമെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ ഇതിനു മുമ്പ് അവിടെ മത്സരിപ്പിക്കായിരുന്നത്? സിമ്പിളാണ് ചോദ്യം, ലളിതമാണ് എൻ്റെ ചോദ്യം. അവർ പാർട്ടി സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വന്നാൽ ഞങ്ങൾ പേടിക്കണം എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. അങ്ങനെ പേടിക്കണമെങ്കിൽ ഇതുവരെ അവരങ്ങനെ പാർട്ടി സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കാറില്ലല്ലോ. ഇത് നിവർത്തികേട് കൊണ്ട് മത്സരിപ്പിക്കുന്നതാണ്. നിവർത്തികേട് ആരെ കിട്ടാൻ ഇപ്പോഴും പാലക്കാട് പോലെ ആരെങ്കിലും കിട്ടുമോ എന്ന് ഇന്ന് രാവിലെ 11 മണിയെന്ന് ഞാൻ പറഞ്ഞതിലൊരു അർത്ഥമുണ്ട്. ഞാനിത് ഈ പറഞ്ഞിട്ട് ഇവരാരെയാണ് അന്വേഷിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരാരെയൊക്കെ സമീപിച്ചിട്ടുണ്ട് അവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ വന്ന് ഇങ്ങനെ സമീപിച്ചിട്ടുണ്ട്. ഇന്നൊരാളോട് പറഞ്ഞ് ഇന്ന് 11 മണിക്ക് മുമ്പ് വിവരം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകളോട് ഞാൻ തുടങ്ങി. ഇന്ന് രാവിലെ 11 മണിക്ക് വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കിട്ടുമെന്ന് നോക്കിയിട്ട് നടന്ന ആളുകളാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊന്നും പേര് എന്നോട് പറയില്ല, ഞങ്ങളോട് പറയല്ലേ. അത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. UDF യോഗം ഞങ്ങൾ ഇന്ന് ഒരു നേതാക്കളുടെ ഒരു യോഗം വെച്ചിട്ടുണ്ട്, ഒരു ഗൂഗിൾ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്യും. ഇതിനു മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം നടപ്പാക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടായി. അത് ഞാൻ പറഞ്ഞല്ലോ, 3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു. ഇനി എപ്പോഴും അത് തന്നെ ചോദിക്കല്ലേ. അല്ലല്ല, ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. ഞാൻ 2 വാചകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2 വാചകം. ഒന്ന്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. അങ്ങനെ തീരുമാനിച്ചാൽ UDFിൻ്റെ അഭിപ്രായം UDF അപ്പം പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന തരത്തിലോ അഹങ്കാരം സ്ഫുരിക്കുന്ന തരത്തിലോ ഒരാൾ സംസാരിച്ചിട്ടില്ല, ഞാനടക്കം. എന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അതിനൊന്നും മറുപടി പറയില്ല. അത് അവിടെ കിടക്കട്ടെ. ആർക്ക്? എനിക്ക് മനസ്സിലായില്ല. ഏത് കാര്യത്തെ കുറിച്ച് അങ്ങ് ചോദിക്കണേ? പൂർണ്ണമായും അംഗീകരിക്കുക എന്ന നിലപാട് അൻവർ സ്വീകരിക്കാത്തത് കൊണ്ടാണോ? അല്ല, അത് പിന്നെ അല്ലാതെ ഇത് എന്താ ഈ ചോദിക്കുന്നതിൽ എന്താ പ്രസക്തിയുള്ളത്? അദ്ദേഹം ആ സ്ഥാനാർത്ഥിക്കെതിരായി പറഞ്ഞല്ലോ. അത് തിരുത്തി, അല്ല, ഞാൻ തിരുത്തി പറയണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ വാചകം ഒന്നും കൂടി എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല ഇതുവരെ. അല്ലല്ല, എന്താ പറഞ്ഞത്? UDF സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അദ്ദേഹത്തിനാണ്. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ, പ്രഖ്യാപിക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം പറയാം. അല്ലെന്ന് ഞങ്ങള് UDF യോഗം വൈകുന്നേരം ചേരുമല്ലേ. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാ ഇത്? അതെന്ന് എനിക്കറിയാം. അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന്റെ നേതാവല്ലേ.
എപ്പോൾ പത്രസമ്മേളനം നടത്തും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ നിങ്ങളായിട്ട് ഭയങ്കര സ്നേഹമല്ലേ, ചിലപ്പോൾ ഞാൻ നിങ്ങൾ വരുമ്പോൾ സോറി എന്ന് പറയാതെ പോവില്ലേ, ഇല്ലേ? ചിലപ്പോൾ അത് ഇത്രയില്ല എന്നൊക്കെ പറയാം. UDF ഏത് കാര്യത്തിൽ ഐക്യമില്ലാത്തത്? നിങ്ങൾ എന്തായി പറയണത്? UDF ആരാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ളത്? ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ വെറുതെ ഇല്ലാ കഥ ഉണ്ടാക്കില്ലേ? UDFിലോ കോൺഗ്രസിലോ ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അവരെല്ലാവരും ചേർന്ന് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഞാനാണ് എളിമയുള്ള രണ്ട് വാചകങ്ങൾ പറഞ്ഞ് ഈ കാര്യത്തിലുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചു. എന്നിട്ട് പ്രശ്നം എന്ന് പറയാം നിങ്ങൾ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ചു? നിങ്ങൾ വെറുതെ ഞാൻ ഈ 2 സെന്റൻസിന്റെ അപ്പുറത്തേക്ക് അത്രേ എനിക്ക് അവകാശമുള്ളൂ. എന്നെ ചുമതലപ്പെടുത്തിയേക്കുന്നത് ഈ 2 വാചകം മാത്രം. അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ വല്ലതും പറഞ്ഞ നാളെ പത്രിക സമർപ്പിച്ച് ഇനി എത്ര ദിവസമുണ്ട് ഇലക്ഷന്? പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം ഒന്നല്ല നാളെ, അല്ലേ? നാളെ പത്രിക നമ്മൾ സമർപ്പിക്കും. കാരണം അത് ഞങ്ങളുടെ ഒരു റൗണ്ട് കഴിഞ്ഞു വർക്ക്, മനസ്സിലായില്ലേ? നാളെ ഞങ്ങളുടെ സ്ക്വാഡ് ഇറങ്ങുകയാണ്, ഫസ്റ്റ് സ്ക്വാഡ് ഇറങ്ങാം. LDFന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് സ്ക്വാഡ് തീരും. പറഞ്ഞതിൽ ആ 2 വാചകം എന്നിട്ട് ഇത്രയും ദിവസം ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ ആളാണത്. അത് കേട്ടില്ലെന്ന് ആ വാചകം ഇപ്പൊ എല്ലാവർക്കും അറിയാം. കുട്ടികളൊക്കെ എന്നോട് പറയുന്നുണ്ട് ആ വാചകം, സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ. നിങ്ങൾ വന്ന് എപ്പോഴും ചോദിക്കും, ഞാൻ എപ്പോഴും പറയും. ഞാൻ പണ്ടും ഒരു വാചകം പറഞ്ഞു, അപ്പൊ നിങ്ങളാരും ഗൗരവത്തിലെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് നേരെ UDF വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളത് ഗൗരവമായിട്ട് എടുത്തില്ല. ഇപ്പൊ മനസ്സിലായില്ല അതെന്താണെന്ന്. ഇപ്പൊ എന്തിനും ഒരുപാട് പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അധിക്ഷേപിക്കുക. സാധാരണഗതിയിലുണ്ട്. ഇപ്പൊ LDFന്റെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, അയാളെ പറ്റി നമ്മൾ കുറെ പറയും. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ വല്ലതും പറഞ്ഞ LDFന്റെ സ്ഥാനാർത്ഥിയെ പറ്റി എൻ്റെ സുഹൃത്താണ് അസംബ്ലിയിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് MLA. നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. CPM ആണെങ്കിൽ എന്തൊക്കെ പറയും, എന്തൊക്കെ മോശമായിട്ട് പറയും. ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പറ്റി വല്ലതും ഞങ്ങളൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു മത്സരം ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളവിടെ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയമായ മത്സരമാണ്. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായി ഉള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ ഉള്ളൊരു അവസരം കൂടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പറയണ കാര്യമൊക്കെ എല്ലാവരെയും അറിയിക്കുക. അവർ പറയണ നിങ്ങൾ ഈ സർക്കാരിൻ്റെ സാധനമൊക്കെ എത്തിച്ചല്ല വാർഷികത്തിൽ, അതുപോലെ ഞങ്ങൾ പറയണത് നിങ്ങളിന്ന് എല്ലാവരും എത്തിക്കുക. ബാക്കിയുള്ള സ്ഥലത്ത് നിലമ്പൂർ മാത്രമല്ല, നിലമ്പൂർ ഞങ്ങൾ പറഞ്ഞോളാം. ഇങ്ങനെ സംഗ്രഹിക്കുക ഇപ്പോഴത്തെ വോട്ട് കണക്ക് നോക്കിയാൽ തന്നെ ഇപ്പോഴത്തെ UDF സംവിധാനത്തിന് തന്നെ കംഫർട്ടബിൾ മജോറിറ്റിയിൽ അവിടെ ജയിക്കാനുള്ള മികവുണ്ട്. വേറെ പുറത്തുനിന്നുള്ള അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊക്കെ നിങ്ങളുടെ നിഗമനങ്ങളാണ്. എൻ്റെ അങ്ങനെയൊന്നും കിട്ടില്ല മോനെ. ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി ഉണ്ടാക്കിയിട്ട് എന്നോട് ചോദിക്കുകയാണ്. ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് പറയും ഞങ്ങൾ വക്കീലന്മാർ പറയണം. ലീഡിങ് ക്വസ്റ്റ്യൻ അത് ഈ കക്ഷി എന്താണ് നമ്മൾ ഇത് ചെയ്യുമല്ലോ, തെളിവെടുക്കുക. ഇയാളെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ക്രോസ് ചെയ്യണ വക്കീൽ ചോദിക്കണ ലീഡിങ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ആ ഭാവം ഉണ്ടെന്നോ ഇല്ലെന്ന് പറയും. ആ കൂട്ടിൽ നിൽക്കണ ആൾ. ഞാൻ ആ കൂട്ടിൽ നിൽക്കണ ആളല്ല. എനിക്ക് ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മനസ്സിലാവും. ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. 2 പറഞ്ഞാൽ പെട്ടുപോണ ചോദ്യമാണ്. അയ്യേ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഒന്നും കൂടി ഈ 2 സെന്റൻസ് എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും വിശകലനം നടത്തുന്നുണ്ട്. ഇന്ന് ഭയങ്കര രസമായിട്ട് ഒരിടത്ത് കേട്ടു. എന്താണ് ബ്രേക്കിംഗ് ന്യൂസ്? എത്ര ബ്രേക്കിംഗ് ന്യൂസ്? എല്ലാവരും അല്ല, ചിലർ ഓരോ മണിക്കൂർ ഇടവിട്ട് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ വരെ ഘടകകക്ഷി ആക്കി, ഒരാൾ വരെ ഘടകകക്ഷി ആക്കില്ല, വേറൊരാൾ പറഞ്ഞ് മറ്റേ ലീഗിന് അതൃപ്തി, മറ്റേ RSPക്ക് പ്രശ്നം. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ സംസാരിച്ചത്. എല്ലാവർക്കും വേണ്ടിയിട്ട്, മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടിയും മുഴുവൻ UDF നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടും ചുമതലപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ 2 വാചകം. ബാക്കി നമുക്ക് നമ്മൾ എന്നോട് സമയിരിക്കുന്നു. ഇതെല്ലാം ഒരു ഉഷാരുടെ സാങ്കല്പികമായ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പാടില്ല. ഇത് മറ്റേത് പറഞ്ഞ മാതിരി ലീഡിങ് ക്വസ്റ്റ്യൻ പറഞ്ഞൊരു കുരുട്ട് ചോദ്യമാണ്. ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചെങ്കിലും